السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തു അസ്വാഫാത്തിലെ അവസാന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു 2 ക്ലാസ് കൂടിയേ ഈ സൂറത്ത് അവസാനിക്കാൻ ബാക്കിയുള്ളൂ. 2 ക്ലാസ് കൂടി മതിയാവും. ഇന്നിപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എടുക്കുന്ന 167 മുതൽ 173 വരെയുള്ള ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم وإن كانوا ليقولون لو أن عندنا ذكرا من الأولين لكنا عباد الله المخلصين فكفروا به فسوف يعلمون ولقد سبقت كلمتنا لعبادنا المرسلين إنهم لهم المنصورون وإن جندنا لهم الغالبون. ഇത്രയായത്താണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഓതങ്ങൾക്കും ഓതാവുന്നതാണ്. أعوذ بالله من الشيطان الرجيم وإن كانوا ليقولون لو أن عندنا ذكرا من الأولين لكنا عباد الله المخلصين فكفروا به فسوف يعلمون ولقد سبقت كلمتنا لعبادنا المرسلين إنهم لهم المنصورون وإن جندنا لهم الغالبون. ഇത്ര ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വരുന്നത് പോലെ ചെറിയ ആയത്തുകളാണ് അവസാന ഭാഗത്തും ഒക്കെയായി വരുന്നത്. അതുകൊണ്ട് അർത്ഥം പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, മനഃപ്പാടമാക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ് 167 വചനം. വഇൻ കാനൂ ലയഖൂലൂൻ ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ ലകുന്നാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ സ്വാദാണ്. അപ്പോൾ വഇൻ കാനൂ ലയഖൂലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഇൻ കാനൂ, തീർച്ചയായും അവരായിരുന്നു, ലയഖൂലൂൻ, അവർ പറയും, അവർ പറയുക തന്നെ ചെയ്യും. അവിടെ ലാമ് എന്ന് പറയുന്ന ലാമു തൗക്കീദാണ്. അത് ശക്തമായി ഒരു തറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാമാണ്. ലയഖൂലൂൻ, ലാ എന്നല്ല, ലയഖൂലൂൻ എന്നാണ്. അപ്പൊ തീർച്ചയായും അവർ പറഞ്ഞു വന്നിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ മക്ക മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അവര് പറഞ്ഞു വന്നിരുന്നു, അവരുടെ ഒരു സംസാരമായിരുന്നു എന്ത് ഈ പറയാൻ പോകുന്നത്. ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ, ലൗ
എന്ന് പറഞ്ഞാല് ആയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ലൗ അന്ന ഇന്ധന, നമ്മുടെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ധന നമ്മുടെ പക്കൽ എന്നർത്ഥമാണ്. തീർച്ചയായും നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, ദിക്റൻ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വല്ല പ്രമാണവും, അതായത് ഉദ്ദേശിക്കുന്ന വല്ല കിതാബും വേദഗ്രന്ഥവും എന്നൊക്കെ ഉള്ളതാണ്. അല്ലെ പ്രബോധനം എന്നർത്ഥമുണ്ട്. സാധാരണ നമ്മൾ ദിക്ർ എന്ന പദം ഓർമ്മ, സ്മരണ, അങ്ങനെ ഉള്ള അർത്ഥങ്ങളിലെല്ലാം അത് ഉപയോഗിക്കും. ഒരുപാട് അർത്ഥങ്ങളിൽ അത് ഉപയോഗിക്കും. അപ്പം ഓർമ്മ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രമാണം എന്നർത്ഥത്തിലാണ്. മിനൽ അവ്വലിൻ, പൂർവികന്മാരിൽ നിന്ന്, പൂർവികന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന്, കിതാബുകളിൽ നിന്ന് വല്ലതും നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ അടുക്കൽ പൂർവികന്മാരിൽ നിന്നുള്ള വല്ല വേദപ്രമാണവും ഉണ്ടായിരുന്നെങ്കിൽ, മക്കാ മുശ്രിക്കുകൾ പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തേനെ? ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ലകുന്ന ഞങ്ങൾ ആകുമായിരുന്നു. എന്താകുമായിരുന്നു? ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹുവിന്റെ ഇബാദുകളാകുമായിരുന്നു, അള്ളാഹുവിന്റെ ദാസന്മാരായേനെ. എങ്ങനെയുള്ള ദാസന്മാർ? അൽ മുഖ്ലസീൻ, നല്ല ആത്മാർത്ഥതയുള്ള, നല്ല ശുദ്ധന്മാരായ, തീരെ കളങ്കമില്ലാത്ത ആളുകളായി ഞങ്ങൾ മാറുമായിരുന്നു എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ നോക്കൂ, വഇൻ കാനൂ ലയഖൂലൂൻ, തീർച്ചയായും അവർ പറഞ്ഞു വന്നിരുന്നു. എന്ത് പറഞ്ഞു? ലൗ അന്ന ഇൻദനാ ദിക്റൻ മിനൽ അവ്വലീൻ, ഞങ്ങളുടെ അടുത്ത് പൂർവികന്മാരിൽ നിന്നുള്ള വല്ല പ്രമാണവും വേദഗ്രന്ഥവും ഉണ്ടായിരുന്നെങ്കിൽ, ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, മുഖ്ലസീൻ, മുഖ്ലിസീൻ എന്നല്ല, മുഖ്ലസീൻ എന്നാണ്. അപ്പൊ കളങ്കരഹിതരാക്കപ്പെട്ട, ശുദ്ധന്മാരായ എന്നൊക്കെയാണ്. അപ്പം ശുദ്ധന്മാരായ അള്ളാഹുവിന്റെ ദാസന്മാരായി, അടിയാന്മാരായി ഞങ്ങൾ മാറുമായിരുന്നു എന്ന് മക്ക മുശ്രിക്ക് പറയുകയാണ്. അപ്പൊ അവരുടെ വാക്കായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറുകൾ കൊണ്ടുവരുന്ന ഒരായത്തുണ്ട് സമാനമായ അർത്ഥത്തിൽ. അത് സൂറത്തുൽ ഫാത്തിർ, അൽ ഫാത്തിർ എന്ന് വെച്ചാൽ അള്ളാന്റെ ഒരു നാമാണല്ലോ. 35-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിറിലെ 42-ാമത്തെ ആയത്തുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്: വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, അതായത് അള്ളാഹുവിൽ സത്യം ചെയ്ത്, ശപഥം ചെയ്തുകൊണ്ടൊക്കെ അവര് പറയുമായിരുന്നു. വഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹിം, ഭയങ്കര ഇതായിട്ട് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയായിരുന്നു. ലഇൻ ജാഅഹും നദീറുൻ, ലഇൻ ജാഅഹും നദീറുൻ, അവർക്ക് വല്ല മുന്നറിയിപ്പുകാരനും താക്കീതുകാരനും വന്നിരുന്നുവെങ്കിൽ, ലയക്കൂനുന്ന, അവരായേനെ, അഹ്ദാ മിൻ ഇഹ്ദൽ ഉമമി, അതായത് മറ്റു സമുദായങ്ങളൊക്കെ നേർവഴി പ്രാപിക്കുന്നതിനേക്കാൾ നല്ല നേർവഴി പ്രാപിച്ച, നല്ല സത്യമാർഗത്തിൽ നടക്കുന്ന നല്ല മനുഷ്യന്മാരായിട്ട് ഞങ്ങൾ മാറിയേനെ. ആര് പറയാം? മുശ്രിക്കുകൾ പറയാണ്. ഫലമ്മാ ജാഅഹും നദീറുൻ, അങ്ങനെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് പ്രവാചകന്റെ വരവ്, റസൂലുള്ളാഹിന്റെ വരവ്. ആ നബി വന്നപ്പോ മാ സാദഹും ഇല്ലാ നുഫൂറ, അവരെല്ലാം ആ നബിയെ നിഷേധിച്ചു. അപ്പം പറഞ്ഞ വാക്കെന്താണ്? ഞങ്ങൾക്കൊരു നബി വരികയാണെങ്കിൽ ഞങ്ങള് മറ്റുള്ള ആളുകൾ എത്ര കണ്ട് സന്മാർഗത്തിലേക്ക് വന്നോ അതിനേക്കാൾ എല്ലാം ഉഷാറായിട്ട് ഞങ്ങള് ദീനിൽ അടിയുറച്ചു നിൽക്കും, അള്ളാഹുവിന്റെ ദാസന്മാരായി നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞെങ്കിലും നബിമാർ വന്നപ്പോ, നബി വന്നപ്പോ അവരതിനെ നിഷേധിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് മക്ക മുശ്രിക്കുകളുടെ ചരിത്രം നോക്കിയാലും ജൂതന്മാരെ പറ്റി നോക്കിയാലും ഒക്കെ അത് കാണാൻ പറ്റും. ഈ യഹൂദന്മാര് പറയായിരുന്നു, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബി വന്നു കഴിഞ്ഞാൽ ആ നബിയെ ഞങ്ങൾ മുന്നിൽ നിർത്തി ഞങ്ങൾ വിജയം കൊയ്യും എന്നൊക്കെ ശത്രുക്കളെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു.
അപ്പോൾ ഒരു നബിയുടെ ആഗമനം അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് അറബികളിൽ നിന്നായി, അത് ജൂതന്മാരിൽ നിന്നായില്ല എന്നുള്ള കാരണത്താൽ അസൂയ കൊണ്ട് യഹൂദന്മാർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ അവർ നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. അസൂയയായിരുന്നു സത്യത്തിൽ. ഒരു റസൂലുള്ള അള്ളാന്റെ ദൂതനാണെന്ന് സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അവർക്ക് അറിയായിരുന്നു എന്നാ. ഒരു ഉമ്മാക്കും വാപ്പാക്കും മക്കളെ തെറ്റിപ്പോകില്ലല്ലോ. അപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായി ജൂതന്മാർക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനാണെന്ന് നല്ലോണം അറിയായിരുന്നു. പക്ഷെ തങ്ങളുടെ വർഗത്തിൽ നിന്നായില്ല എന്നുള്ള കാരണത്താൽ അവരതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു, നിഷേധിച്ചു. ഇത് തന്നെയാണ് മുശ്രിക്കുകളും സ്വീകരിച്ചത്. ഒരു വേദഗ്രന്ഥമോ നബിയൊക്കെ വന്നാൽ ഞങ്ങള് നബിയെ സ്വീകരിച്ചേനെ എന്നൊക്കെ പറഞ്ഞ ആളുകള് റസൂലുള്ള വന്നപ്പോ തള്ളിക്കളഞ്ഞു. ചില ആയത്തിൽ കാണാം, ഒരു സാധാരണ അങ്ങാടി കൂടെ ഇറങ്ങി നടക്കുന്ന, നമ്മളെ മാതിരി ജീവിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനൊരു നബിയൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു മലക്ക് നബിയായിട്ട് വരികയാണെങ്കിൽ ഞങ്ങള് സ്വീകരിച്ചേനെ. ഇതൊക്കെ അവര് ഒഴിവ് കഴിവുകൾ പറയാണ്. ഇപ്പൊ നമ്മള് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കും. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മളത് നടത്തരുതെന്ന് വിചാരിച്ച് മനസ്സിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ഒരുപാട് ഒഴിവ് കഴിവുകൾ നമ്മൾ കണ്ടെത്തും. ഇത് നമ്മുടെയൊക്കെ സ്വഭാവമാണ്. ഇപ്പം സ്വതക്കയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അതിനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കി തരും. കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 100,000 ഒഴിവ് കഴിവുകൾ നമ്മളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ മുശ്രിക്കുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇതേ സ്വഭാവമാണ് മുനാഫിക്കുകളും. അവരെ പറ്റി ഖുർആന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിലുണ്ടാവും. ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അവര് നബീന്റെ പുറകിൽ എല്ലാ കാര്യത്തിനും വളരെ ആവേശത്തോടു കൂടി ഉണ്ടാവും. ഖുർആൻ ചില സ്ഥലത്ത് പറയുന്നത് നബീന്റെ പിന്നിൽ ഖുർആൻ പറഞ്ഞ എന്താണ്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണ്. അതായത് നരകത്തിന്റെ ഒരുപാട് തട്ടുകളുണ്ടല്ലോ, ആ തട്ടുകളിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന ആളുകൾ മുനാഫിക്കുകളാണ്. ഏറ്റവും ഘോരമായ ശിക്ഷ അനുഭവിക്കുന്നതും മുനാഫിക്കുകളാണെന്നാണ് പറഞ്ഞത്. ആ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നബീന്റെ കൂടെ ഉണ്ടായിരുന്ന, അടുത്ത് ഉണ്ടായിരുന്ന, ബാഹ്യമായി മുസ്ലിമാണെന്ന് അഭിനയിച്ച് നബീന്റെ പിന്നിൽ നിന്ന് കൈകെട്ടി നിസ്കരിച്ചിരുന്ന, നോമ്പെടുത്തും അങ്ങനെ തുടങ്ങി എല്ലാത്തിനും ഇങ്ങനെ മുന്നിൽ നിന്നിരുന്ന ഈ ആളുകളുടെ സ്വഭാവവും അവരുടെ തഖ്വയും അവരുടെ സംസാര രീതിയും അവരുടെ മുഖഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യര് ലോകത്തില്ലാന്ന് തോന്നുന്ന ഖുർആൻ പറഞ്ഞത്. അവര് പിന്നെ അവരുടെ ആത്മാർത്ഥത അവര് പ്രഖ്യാപിക്കും, പറയുന്നാണ്. ഇത് കാണുമ്പോൾ ഇത്രയും നല്ല മനുഷ്യർ വേറെ ഉണ്ടോന്ന് തോന്നിപ്പോവും. അങ്ങനെ ബാഹ്യമായി നല്ല ഇഖ്ലാസോടുകൂടി പെരുമാറുക, ഉള്ളിൽ നല്ല കാപട്യവും. അപ്പൊ ഖുർആൻ പറയുന്നുണ്ട് അവരെല്ലാത്തിനും മുന്നിലുണ്ടാവും, പക്ഷെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മെല്ലെ അതിൽ നൂരിപ്പോവും. നമ്മള് ചില ആളുകളെ പറ്റിയും പറയാറുണ്ടല്ലോ അങ്ങനെ. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. ഇപ്പൊ യുദ്ധമൊക്കെ നടന്നപ്പം ബദറും ഉഹുദും അങ്ങനെയുള്ള യുദ്ധങ്ങളിലൊക്കെ പിന്നെ എന്താണ് യുദ്ധത്തിന്റെ ആയത്തുകൾ ഇറങ്ങാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശം കൊണ്ടിരുന്ന ആളുകൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മെല്ലെ പിൻവാങ്ങാൻ തുടങ്ങി. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ആവേശത്തിൽ പോയി ഓരോരോ കാരണം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുക, പിന്മാറുക. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ വൻപാപത്തിൽ എണ്ണാനുള്ള കാരണം തന്നെ അതാണ്. അതേപോലെ പാവങ്ങളായ ആളുകളെ നിങ്ങൾ സഹായിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചില വളരെ ദരിദ്രരായ ആളുകളൊക്കെ വരുമ്പോൾ ഇവരെ സഹായിക്കുക, എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവര് പറയാ, അള്ളാഹ് വിചാരിച്ചാൽ അവരെ സമ്പന്നരാക്കാൻ പറ്റുമല്ലോ, പിന്നെ നമ്മൾ എന്തിനാ കൊടുത്ത് സഹായിക്കുന്നത്, അള്ളാഹ് എല്ലാവർക്കും റിസ്ക് കൊടുക്കണം എന്നിങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നന്മകൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമസ്കരിക്കാനുണ്ടാകും, പക്ഷെ മനസ്സിൽ ഒരു തരം വെറുപ്പോട് കൂടിയാണ്, പിന്നെ അതല്ലെങ്കിൽ ഒരു ഭാരത്തോടു കൂടിയാണ് അവർ നിസ്കരിക്കുക. അതുപോലെ തന്നെ അവർ കൊടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ മനസ്സിൽ ഒരു തരം വെറുപ്പാണ്, പൈസ കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കെയുള്ള ഒരു തരം ഒരു വെറുപ്പോട് കൂടി, ഒരു ഇഖ്ലാസിലല്ല കൊടുക്കുക. ഇതൊക്കെ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞാണ്. പക്ഷെ ഒരു വിശ്വാസിയെ പറ്റി പറയുന്നിടത്ത്
ഖുർആൻ എടുത്തു പറഞ്ഞത് മനസ്സിൽ കറകളഞ്ഞ വിശ്വാസവും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനസ്സിൽ നല്ല ആത്മാർത്ഥത ഉണ്ടാവും. പുറത്തൊന്ന് ഉള്ളിലൊന്ന് എന്ന ഒരു രീതി ഒരു മുഅ്മിൻ ഉണ്ടാവില്ല. അവന്റെ ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കും. പുറത്ത് ചിരിക്കുകയും ഉള്ളിൽ കടിച്ചു കീറാനുള്ള ദേഷ്യം കൊണ്ടടക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടാവില്ല. അതൊക്കെ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്വഭാവം ഒരിക്കലും നമ്മളിൽ ഉണ്ടാവരുത്. ഇവിടെ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞെന്താണ്? ഒരു കിതാബ് വന്നിരുന്നെങ്കിൽ, ഒരു നബി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ, ഞങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരായിരുന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നപ്പോൾ അവർ ഏറ്റവും വലിയ നിഷേധികളായി മാറുകയാണ് ചെയ്തത്. അതേപോലെ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞിടത്ത് അങ്ങനെയാണ്. അവർ ബാഹ്യമായി ഞങ്ങളെല്ലാത്തിനും ഉണ്ട്, ഞങ്ങളെല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞ ആളുകൾ അള്ളാഹു ആയത്തുകൾ ഇറക്കി കാര്യത്തിലേക്ക് എടുത്തപ്പോൾ മെല്ലെ അതൊന്ന് ഊരിപ്പോരാൻ ശ്രമിക്കുന്നവരെയാണ് കാണാൻ പറ്റും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് സെമിഅന വാത്തഅന, അള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അവരുടെ കാതുകൊണ്ട് അവർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ ഒന്നും നോക്കില്ല. ആളുകളുടെ അനിഷ്ടം, ആളുകൾ എന്ത് പറയും, ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ സമൂഹത്തിൽ ഞാൻ കൊള്ളരുതാത്തവനായി മാറുകയല്ലേ, ഞാൻ ഒറ്റപ്പെടുകയല്ലേ, ഇങ്ങനെയുള്ള ആളുകളുടെ ലാ യഖാഫൂന ലൗമത്ത ലായിം, ഖുർആൻ വിശ്വാസികളെ പറ്റി പറയുന്നതാണ്. അതായത് ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ അള്ളാന്റെ ഒരു നിയമം അനുസരിക്കുന്നതിൽ, റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം അനുസരിക്കുന്നതിൽ ഒരാളുടെയും ആക്ഷേപത്തെ ഒരു വിശ്വാസി പേടിക്കില്ല. കാരണം അള്ളാന്റെ താല്പര്യമാണ് അവർക്ക് ഏറ്റവും വലുത്. പരലോകമാണല്ലോ വേണ്ടത്. കാരണം നമുക്ക് പോകാനുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്കാണ്. ഇവിടെ നമ്മൾ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്താൽ അത് ഇവിടെയേ ഉള്ളൂ, പരലോകത്ത് കിട്ടിയാൽ. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സമീപനം ഈ മുശ്രിക്കുകളുടെ അടുത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് അള്ളാഹു പറയുന്നത് 170 ആയത്തിൽ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിയെ അയച്ചപ്പോ വേദഗ്രന്ഥം ഇറക്കിയപ്പം അവരെന്ത് ചെയ്തു? ഫകഫറു ബിഹി, അവര് അതിൽ അവിശ്വസിച്ചു. ഫസൗഫ യഅലമൂൻ, അപ്പൊ അള്ളാഹ് അവർക്ക് ശക്തമായ ഒരു വാണിംഗ് കൊടുക്കുകയാണ്, വഴിയെ അവരറിഞ്ഞോളും. ഈ നിഷേധത്തിന്റെ ഫലം അവര് വഴിയെ അറിഞ്ഞോളും. ഫകഫറു ബിഹി, ആ ബിഹി എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, വേദഗ്രന്ഥം. ഖുർആനിൽ അവർ അവിശ്വസിച്ചു. അതിനാൽ അവർ വഴിയെ അതിന്റെ ഫലം എന്താണ് എന്ന് അറിഞ്ഞുകൊള്ളും എന്നല്ലാഹു ശക്തമായ മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് ഈ ഭാഗം. ഇനി ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്തിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക്, തൊട്ടടുത്ത വചനങ്ങളിൽ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതൊരു വാണിംഗ് ആണ്. ഈ ആയത്തിൽ അള്ളാഹു ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളെ നമ്മളും ഗൗരവത്തിലെടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാലഘട്ടം വരുമ്പോ, ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഈ കാലം തന്നെയാണ്, വേറെ കാലമൊന്നുമല്ല. രാവിലെ വിശ്വാസികളായിരുന്നവർ വൈകിട്ട് കാഫിറുകളാവുകയും വൈകിട്ട് പിന്നെ വിശ്വാസികളായിരുന്ന ആളുകൾ രാവിലെ കാഫിറായി മാറുകയും ചെയ്യുന്ന, അത്ര പെട്ടെന്ന് നമ്മുടെ ഈമാനെ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങളും ഫിത്നകളും ഒക്കെ കടന്നു വരുമെന്നാണ്. അത്ര ഈമാനുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റുന്ന ഫിത്നകൾ കടന്നു വരും എന്നുള്ളതാണ്. അള്ളാഹ് ആ മനുഷ്യനാണോ കാഫിറായത്, ആ മനുഷ്യനാണോ നിരീശ്വരവാദിയായത്, ആ മനുഷ്യനാണോ പരലോക നിഷേധിയായത് എന്ന ആളുകൾ മൂക്കത്ത് വിരല് വെച്ച് ചോദിക്കും. അപ്പോ അത്രയും പെട്ടെന്ന് മനുഷ്യന്മാരെ അവരുടെ ഈമാനെ തെറ്റിച്ച് കളയാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം. ഒരു തെറ്റില് പെടാൻ സാധ്യതയുള്ള, നമ്മളൊരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൽ പെടാൻ സാധ്യതയുള്ള ഫസ്റ്റ് ടൈമിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഊരി പോരാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്ന ഒരാൾക്ക് ഒരു പിടിവള്ളി കിട്ടിയാൽ അവിടെ പിടിച്ചു നിൽക്കാൻ, രക്ഷപ്പെടാം. പക്ഷെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഈ മീനൊക്കെ പിടിക്കുമ്പോൾ മീന് ഒരു വലയിൽ ഉടക്കിയാൽ അത് പിന്നെ കുതറി രക്ഷപ്പെടാൻ നോക്കും. അപ്പോൾ ആ രക്ഷപ്പെടാൻ നോക്കും തോറും എന്താവും, അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ഈ തിന്മകൾ എന്ന് പറഞ്ഞാൽ, നമ്മളതിന്റെ ഡോറിന്റെ അടുത്ത് പോയി നിന്നാൽ അതിലേക്ക് പോയി വീഴും. അപ്പൊ ആ ഒരു
ശരിക്കു പറഞ്ഞാൽ ഒരു ജാഗ്രത നമുക്ക് പ്രത്യേകിച്ച് ഇക്കാലത്തൊക്കെ നമുക്ക് നല്ലപോലെ വേണം. ഇനി 171 മുതൽ 173 വരെയുള്ള ആയത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് സന്തോഷ വാർത്ത? 171 ആയത്ത്, വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ. വലഖദ് തീർച്ചയായും, സബഖത്ത് സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടക്കാണ്. സബക്ക യസ്ബിക്കു സബക്കൻ ഫഹുവ സാബിക്ക്. സാബിക്ക് എന്ന് പറഞ്ഞാൽ മുൻകടന്നവൻ എന്നുള്ള അർത്ഥമാണ്, വിജയിച്ചവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ തീർച്ചയായും മുൻകഴിഞ്ഞിരിക്കുന്നു, മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. കലിമത്തുന നമ്മുടെ വാക്ക്, ലി ഇബാദിന നമ്മുടെ അടിയാന്മാർക്ക്. അബ്ദ്, അബ്ദ് എന്നുള്ളതിന്റെ ജമ്മാണല്ലോ ഇബാദ്. അൽ മുർസലീൻ മുർസലുകളായ. അപ്പൊ മുർസലുകളായ അയക്കപ്പെട്ട നമ്മുടെ അടിയാന്മാർക്ക് നമ്മുടെ വാക്ക് മുമ്പ് തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് ഒരു എന്താ പറയാ, ഒരു വാഗ്ദാനം നൽകുകയാണ്. അള്ളാഹു പ്രവാചകന്മാർക്കും വിശ്വാസികൾക്കും അള്ളാഹു ഒരു വാഗ്ദാനം നൽകുകയാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വാഗ്ദാനം? എന്താണ്? ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ. ഇന്നഹും തീർച്ചയായും അവർ, ലഹും എന്ന് പറഞ്ഞാൽ അവർ തന്നെ, അൽ മൻസൂറൂൻ സഹായം നൽകപ്പെടുന്നവർ. അപ്പൊ തീർച്ചയായും അവർ തന്നെയാണ് സഹായം നൽകപ്പെടുന്നവർ എന്ന്. അഥവാ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് ആർക്കായിരിക്കും? വിശ്വാസികൾക്കായിരിക്കും എന്ന ഒരു വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകുകയാണ്. അത് കഴിഞ്ഞ് ഒരു ആയത്ത് കൂടിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നതിൽ ബാക്കിയുള്ളത്. എന്താണ് ആയത്ത്? വ ഇന്ന ജുന്ദന ലഹുമുൽ ഗാലിബൂൻ. വ ഇന്ന ജുന്ദന, ജുന്ദ് എന്ന് പറഞ്ഞാല് സൈന്യമാണ്. ജുന്തി എന്ന് പറഞ്ഞാല് മിലിറ്ററി, സൈനികനാണ് പറയാ. അതുപോലെ ജുനൂദ് എന്ന് പറഞ്ഞാല് സൈന്യങ്ങൾ എന്നർത്ഥമാണ്, ബഹുവചനാണ്. അപ്പം തീർച്ചയായും നമ്മുടെ സൈന്യം, ലഹും അവര് തന്നെയാണ്, അൽ ഗാലിബൂൻ വിജയം വരിക്കുന്നവർ അല്ലെങ്കിൽ ശക്തി ഉള്ള ആളുകൾ എന്ന്. അപ്പൊ നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികളെന്നും അള്ളാഹു വാഗ്ദാനം നൽകുകയാണ്. അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുക വിശ്വാസികൾക്കാണ്, അമ്പിയാക്കന്മാർക്കാണ്. അതേപോലെ തന്നെ വിജയം വരിക്കുന്നവരും അവർ തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അപ്പൊ ഇവിടെ താഴെ വ്യാഖ്യാനത്തിൽ കാണാം മാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ, അതായത് പ്രവാചകനും വിശ്വാസികൾക്കും ലോകാവസാനം വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അങ്ങേയറ്റം മനസമാധാനവും ധൈര്യവും പ്രദാനം ചെയ്യുന്ന ഒരു ആയത്താണിത്. അതായത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു വാഗ്ദാനം. തീർച്ചയായും വിശ്വാസികൾക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക, ആത്യന്തികമായ സഹായം ലഭിക്കുക എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുപോലെ നമുക്കെല്ലാം അറിയുന്ന ഒരായത്തുണ്ട്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അള്ളാഹു ജീവിതത്തിൽ ഏറ്റവും നല്ല പര്യവസാനം, അവസാന നിമിഷം, നമ്മുടെയൊക്കെ അവസാന നിമിഷം ഉണ്ടല്ലോ, ആ അവസാന നിമിഷത്തെ അള്ളാഹു ഏറ്റവും നന്നാക്കി കൊടുക്കുക തഖ്വ ജീവിതത്തിലുള്ളവർക്കാണ്, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ്. അല്ലാത്തവരുടെ പര്യവസാനം അള്ളാഹു നന്നാക്കി കൊടുക്കൂല. അതുപോലെ സൂറത്തുൽ മുഅ്മിൻ, മുഅ്മിനൂനല്ല മുഅ്മിൻ എന്ന് പറയുന്ന സൂറത്തിലെ 51-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. നമ്മുടെ ദൂതന്മാരെയും വിശ്വാസികളായ ആളുകളെയും നാം ഈ ദുനിയാവിൽ സഹായിക്കുക തന്നെ ചെയ്യും. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷി പറയുന്ന ദിവസവും അഥവാ പരലോകത്തും. അപ്പൊ തീർച്ചയായും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ജീവിതത്തിൽ ആത്യന്തികമായ സഹായം നൽകുക വിശ്വാസികൾക്കായിരിക്കും എന്നർത്ഥം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് ലഭിച്ചില്ലെങ്കിൽ, അള്ളാഹിന്റെ സഹായം കിട്ടിയില്ല, അള്ളാഹു എന്നെ ശ്രദ്ധിച്ചില്ല, പരിഗണിച്ചില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് തരാതിരിക്കലായിരിക്കും നമുക്ക് ഐഹിക ജീവിതത്തിൽ കൂടുതൽ ഗുണം ചെയ്യാം. അപ്പൊ അത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ കാര്യങ്ങൾ വെച്ച് വിലയിരുത്താനേ നമുക്ക് സാധിക്കുള്ളൂ. അതിനപ്പുറം നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും
ഗൈബിയായ മറ്റു വശം, അതിന്റെ പരോക്ഷമായ വശം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുകയുള്ളൂ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടിയില്ല, അത് പലതുമാകാം, എന്തുമാകാം ദുനിയാവില്, അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ദുഃഖിച്ചു, ഖേദിച്ചു. പക്ഷെ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക, എനിക്കത് കിട്ടാതിരിക്കലായിരുന്നു ഖൈറ് എന്നുള്ളത്. അത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായേനെ എന്ന നിലയ്ക്ക് അത് കിട്ടാതിരിക്കലായിരുന്നു, അത് ലഭിക്കാതിരിക്കലായിരുന്നു അത് കൂടുതൽ ഖൈറ് എന്നുള്ളത് നമുക്ക് തോന്നുക കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മൾ ജീവിതത്തിൽ തഖ്വയുണ്ട് എങ്കിൽ അള്ളാഹിനെ മാത്രം ഭയപ്പെട്ടും ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈയടി കിട്ടാനോ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയാനോ അല്ല, അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും ഉണ്ടാകുമെന്ന വാഗ്ദാനം നമ്മൾ ഈ പഠിച്ച അവസാന ആയത്തുകളിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി ഒരു 2 ക്ലാസ് കൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയും ഇൻഷാ അല്ലാഹ് നമ്മളൊരു പരീക്ഷ ഇടുന്നത് പോലെ ഒരു പരീക്ഷ ഇടുകയും ചെയ്യും. പിന്നെ പുതിയ സൂറത്ത് ആരംഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഒരു പഠന കാര്യങ്ങളിലൊക്കെ തൽപരരായ ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിവിടെ കുവൈറ്റില് കഴിഞ്ഞ ആഴ്ച വിശ്വാസം വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന ഒരു പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു അഖീദ സ്പെഷ്യൽ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നടക്കുന്നത് നാളെ ഞായറാഴ്ച മുതൽ ഒരു 10 ക്ലാസ്സുകളാണ് ടോട്ടൽ ഉണ്ടാകുക. ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളയുടെ ലോകത്തറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. അഖീദയുടെ ബുക്കാണ്, ചെറിയ ബുക്കാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അത് തീരുന്ന രൂപത്തിൽ ഒരു 10 ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നാളെ മുതലുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും. കുവൈറ്റിലെ സമയം 7:30, നാട്ടിലാകുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആകും. ഒരു 10 മണി മുതൽ 10:30 വരെ, ഒരുപാട് ലേറ്റ് അല്ല, 10 മണി മുതൽ 10:30 വരെ. അത് UAE ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 8:30 മുതൽ 9 വരെ എന്ന ഒരു സമയത്തിലാണ് വരിക. അപ്പൊ അതില് ജോയിൻ ചെയ്താൽ ഇൻഷാ അല്ലാഹ്, അതിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഇട്ടുതരാം. ജോയിൻ ചെയ്താൽ 10 ക്ലാസ്സുകളാണുള്ളത്, പിന്നീട് ഉണ്ടാവില്ല. അപ്പൊ ആ ക്ലാസ്സുകളിൽ നമുക്ക് ശരിക്കും അഖീദയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പഠിക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ പ്രബോധകൻ കൂടിയായിട്ടുള്ള മുസ്തഫ സക്കാഫി അൽ കാമിലി, അദ്ദേഹമാണ് ആ ക്ലാസ് എടുക്കുന്നത്. അരമണിക്കൂർ നേരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുകൂടി ഉണർത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മാർഗത്തിൽ എപ്പോഴും സജീവമായി നിലകൊള്ളാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പുലർത്താനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രാത്രിയാണ് കേട്ടോ, രാവിലെ അല്ല. പിന്നെ മഗ്രിബ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കുവൈറ്റിലെ സമയം 7:30. അപ്പൊ നാട്ടിൽ രാത്രി 10 മണിയാണ്. 10 to 10:30 വരെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പഠനവും കൂടിച്ചേരലും എല്ലാം അള്ളാഹു മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് മുമ്പേ റബ്ബിലേക്ക് യാത്രയായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും എല്ലാം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.